കാറ്റാടിക്കാടിന്റെ കണ്ണിലുണ്ണിയായി വളരുകയാണ് നമ്മുടെ തമ്പു ആനക്കുട്ടി. പകൽ മുഴുവൻ കൂട്ടുകാരോടൊപ്പം പുഴക്കരയിലും കരിമ്പിൻ കാട്ടിലും ഒക്കെയായി കറങ്ങി നടക്കലാണ് ആശാന്റെ പ്രധാന വിനോദം. മധുരക്കൊതിയനാണല്ലോ നമ്മുടെ തമ്പു. അതുകൊണ്ട് തന്നെ പുഴയോരത്തെ കരിമ്പിൻ കാടും കുന്നിൻ ചെരുവിലെ പ്ലാവിലെ തേൻ വരിക്കയുമൊക്കെ തമ്പുവിന്റെ ഇഷ്ടഭക്ഷണങ്ങളാണ്. എവിടെ പോകുമ്പോഴും തമ്പുവിനൊപ്പം ചിന്നുവും ഉണ്ടാകും. നീണ്ടു വിടർന്ന കണ്ണുകളും പുള്ളിയുടുപ്പുകളുമുള്ള ഒരു മാൻകുഞ്ഞാണ് ചിന്നു. അങ്ങനെയിരിക്കെ ഒരു വേനലിൽ കാറ്റാടിക്കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം സന്തോഷം നൽകിക്കൊണ്ട് പുഴക്കരയിലെ പഞ്ചാരമാവ് പൂത്തു കായ്ച്ചു. നിറയെ പഞ്ചാരമധുരമുള്ള മാങ്ങകൾ. കാട്ടിൽ വേറെയും ധാരാളം മാവുകൾ ഉണ്ടെങ്കിലും പുഴക്കരയിലെ ഈ പഞ്ചാരമാവിനോളം മധുരമുള്ള മാമ്പഴം വേറെങ്ങുമില്ല. അതുകൊണ്ട് തന്നെ കുരങ്ങുകളും മാനുകളും മുയലുകളും ഒക്കെ സന്തോഷത്തിലായിരുന്നു. മധുരപ്രിയനായ തമ്പു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മാമ്പഴമെല്ലാം പറിച്ച് മരക്കൊമ്പിൽ തൂക്കിയ വലിയ കൂടയിൽ സൂക്ഷിക്കാനും അടുത്ത ദിവസം കാറ്റാടിക്കാട്ടിലെ എല്ലാവർക്കും വിരുന്നൊരുക്കി മതിയാവോളം പഞ്ചാര മാമ്പഴം കഴിക്കണമെന്നും തങ്കുക്കരടി പറഞ്ഞു. ഇപ്പോൾ തന്നെ മാമ്പഴം കഴിക്കാമെന്ന് കരുതിയ തമ്പുവിന് നിരാശയായി. മാമ്പഴത്തിന്റെ രുചി ആലോചിച്ചപ്പോൾ കൊതി കൊണ്ട് തമ്പുവിന്റെ വായിൽ വെള്ളം നിറഞ്ഞു. തങ്കുക്കരടി പറഞ്ഞത് പ്രകാരം വീരുകുരങ്ങനും കൂട്ടരും മാമ്പഴം പറിക്കാൻ തുടങ്ങി. തന്റെ തുമ്പിക്കൈ കൊണ്ട് മരക്കൊമ്പുകൾ ചായ്ച്ചു നൽകി തമ്പു അവരെ സഹായിച്ചു. എത്താ ദൂരത്തുള്ള മാമ്പഴങ്ങൾ മരം കുലുക്കി തമ്പു താഴെയിട്ടു. ചീരുവണ്ണാനും കൂട്ടരും ചേർന്ന് അതെല്ലാം പെറുക്കി കൂടയിലാക്കി. അങ്ങനെ പുഴക്കരയിലെ പഞ്ചാരമാവിലെ മാമ്പഴം മുഴുവൻ കൂടയിലായി. ആനക്കൂട്ടം കൂട ഉയർത്തിക്കൊടുത്തു. കുരങ്ങന്മാർ ആ കൂട മരക്കൊമ്പിൽ കെട്ടിത്തൂക്കി. അങ്ങനെ മൃഗങ്ങൾ നാളെ കാണാമെന്ന് പറഞ്ഞ് പല വഴി പിരിഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ തമ്പുവും വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് വിരുന്നിന് മാഞ്ചുവട്ടിൽ ആദ്യം എത്തിയത് തമ്പുവും ചിന്നുവുമായിരുന്നു. മാവിൽ തൂങ്ങിയാടുന്ന കൂടയിലെ പഞ്ചാര മാമ്പഴം കണ്ടിട്ട് തമ്പുവിന് കൊതി അടക്കാനായില്ല. ഒരു മാമ്പഴം മാത്രം എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ചിന്നു, ആരറിയാനാ ഞാൻ എടുത്തത്? തമ്പു ചോദിച്ചു. വേണ്ട കേട്ടോ, തങ്കുക്കരടി മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ? ഇന്നെല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനുള്ള മാമ്പഴമാണത്, അതിൽ തൊടരുത് നീ, ചിന്നു പറഞ്ഞു. കൊതി മൂത്ത തമ്പു മസ്തകം കൊണ്ട് പഞ്ചാരമാവിന്റെ തടിയിൽ ആഞ്ഞൊരിടി കൊടുത്തു. ശക്തമായ ഇടിയിൽ മാമ്പഴക്കൂട ഇളകിയാടി. ഒടുവിൽ അത് കെട്ടുപൊട്ടി നേരെ പുഴയിലേക്ക് വീണു. പുഴയിലെ വെള്ളത്തിലൂടെ പഞ്ചാരമാവിലെ മാങ്ങകൾ ഒഴുകിപ്പോകുന്നത് നിസ്സഹായതയോടെ തമ്പുവും ചിന്നുവും നോക്കി നിന്നു. അപ്പോഴേക്കും തങ്കുക്കരടിയും മറ്റു മൃഗങ്ങളും പുഴക്കരയിലേക്ക് എത്തി. മാമ്പഴം പുഴവെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന കാഴ്ച കണ്ട് അമ്പരന്ന ഇവർ ആരാണിത് ചെയ്തത് എന്ന് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. തമ്പുവിന് ആകെ വിഷമമായി. കുറ്റബോധം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ കൊതി കാരണം കാട്ടിൽ ആർക്കും പഞ്ചാര മാമ്പഴം കിട്ടാതായല്ലോ എന്നോർത്ത് തമ്പു ചെവികൾ താഴ്ത്തി തലകുനിച്ച് പതിയെ പറഞ്ഞു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാനൊരു മാമ്പഴം മോഷ്ടിക്കാൻ നോക്കിയതാണ്. വള്ളി പൊട്ടി കൂടെ മറിഞ്ഞു. മനഃപൂർവ്വം നശിപ്പിക്കാനായി ചെയ്തതല്ല. തമ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശബ്ദമിടറി. ചുറ്റും നിശബ്ദത പടർന്നു. അപ്പോൾ തങ്കുക്കരടി പറഞ്ഞു. നിന്റെ സത്യസന്ധതയെ ഞാൻ മാനിക്കുന്നു. നമ്മൾക്ക് ആർക്കും തെറ്റുകൾ വരാം, അത് തിരുത്തുക എന്നതാണ് പ്രധാനം. നിനക്കതിനുള്ള മനസ്സുണ്ടോ? തമ്പു സമ്മതം പറഞ്ഞു. നേരെ പുഴയിലേക്ക് ചാടി ഒഴുകിപ്പോയ മാമ്പഴത്തിന്റെ നല്ലൊരു ഭാഗം തിരികെ പിടിച്ചു. ആനക്കൂട്ടവും മറ്റു മൃഗങ്ങളും തമ്പുവിനെ സഹായിച്ചു. പിന്നീട് കരിമ്പും തേൻവരിക്കയും കൂടി കൊണ്ടുവന്ന തമ്പു തന്റെ പ്രിയപ്പെട്ടവർക്ക് വ്യത്യസ്തമായ ഒരു മധുര വിരുന്ന് തന്നെ ഒരുക്കി. എല്ലാ മൃഗങ്ങളും വലിയ വിരുന്നൊരുക്കാൻ അവനെ സഹായിച്ചു. ശേഷം എല്ലാവരും തമ്പുവിന്റെ സത്യസന്ധതയ്ക്കും കഠിനാധ്വാനത്തിനും അഭിനന്ദനമറിയിച്ചു. അപ്പോൾ കഥയുടെ ഗുണപാഠം എന്തെന്ന് മനസ്സിലായോ കൂട്ടുകാരെ? തെറ്റുകൾ ആർക്കും സംഭവിക്കാം. എന്നാൽ സത്യസന്ധതയോടെ ആ തെറ്റുകൾ ഏറ്റുപറയാനും തിരുത്താനും തയ്യാറാവുക എന്നത് ധീരതയുടെ ലക്ഷണമാണ്. ഈ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായില്ലേ?
അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.